ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കിച്ചണിലെത്തിയ ഉടനെ തന്നെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പാലും വെള്ളവും കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് സ്കൂളിലുള്ളൊരു ദിവസമാണ്. മക്കൾക്ക് 2 പേർക്കും സ്കൂളിലേക്ക് ഫുഡൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ചായക്ക് വെള്ളം വെച്ച ഉടനെ തന്നെ ഞാൻ ചോറിനുള്ള വെള്ളം കൂടി വെക്കും. അപ്പോൾ അത് ഇൻഡക്ഷൻ കുക്കറിലാണ് വെക്കാറുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അരിയും വെള്ളം കൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ രാവിലെ ഒരു ജഗപ്പുകയാണ്, നല്ല തിരക്കാണ്. എന്തുണ്ടാക്കണമെന്ന നല്ല കൺഫ്യൂഷൻ. അപ്പോൾ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത് വെക്കും. അപ്പോൾ ഇന്ന് സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ ഗ്രീൻ പീസ് മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്കും അത് ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ നല്ലതല്ലേ, ഹെൽത്തി അല്ലേ. അപ്പോൾ അതുകൊണ്ട് തലേ ദിവസം തന്നെ കടല കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ അത് കുക്കറിലിട്ട് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടും അതുപോലെ മുളകും കൂടെ ചേർത്തിട്ട് കുക്കറിലാണ് വേവിക്കുന്നത്. കുക്കറിലിട്ടിട്ട് 3-4 വിസിൽ വരെ അടിച്ചെടുക്കണം. ആ സമയം കൊണ്ട് ചായയുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ചായക്ക് പൊടിയൊക്കെ ഇട്ട് ഓഫ് ചെയ്ത് വെച്ചു. ആ സമയത്ത് തന്നെ നമ്മൾ കുക്കർ അടുപ്പിലേക്ക് വെക്കുകയും ചെയ്തു. നമ്മൾ രാവിലെ ഒരു ഗ്യാപ്പ് പോലും എടുക്കാതെ ഫാസ്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 10 മണിയാകുമ്പോഴത്തേനും നമുക്ക് കംപ്ലീറ്റ് പണിയും തീർത്ത് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും. ഞാനങ്ങനെ ചെയ്യാറുള്ളത്. എല്ലാ പണി ആദ്യം തന്നെ പ്ലാൻ ചെയ്ത് വെക്കും. എന്നിട്ട് രാവിലെ പെട്ടെന്ന് പണികളൊക്കെ തീർത്തിട്ട് പിന്നെ നമുക്ക് ഫ്രീ ടൈം കിട്ടുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുകയും ചെയ്യാം. ഇത് കാണുമ്പോൾ തോന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാതെ ആദ്യം തന്നെ ലഞ്ചാണ് ഉണ്ടാക്കുന്നത് വിചാരിക്കില്ലേ. അതുകൊണ്ടല്ല, ഇന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ട് പെട്ടെന്ന് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് കുറേ സമയം എടുക്കുന്നത് ചോറ് വെവാനാണ്. അപ്പോൾ അതാദ്യം മാറ്റി വെക്കുക. പിന്നെ അതുപോലെ കടല വെവാനും കുറച്ച് സമയം എടുക്കും. അപ്പോൾ അങ്ങനെ സമയം എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ചെയ്യുക. നമുക്ക് പെട്ടെന്നില്ല കാര്യങ്ങൾ മാറ്റി വെച്ചാൽ മതി. മോന് മദ്രസ ഉണ്ട്. അപ്പോൾ ആ സമയമാകുമ്പോഴേക്ക് ആക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം കടല വേവിക്കാൻ വെച്ചത്. അങ്ങനെ കുക്കറൊക്കെ അടച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ കുക്കറൊക്കെ അടുപ്പിൽ വെച്ച ശേഷമാണ് പുട്ടിനുള്ള പൊടി എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ കൺഫ്യൂഷനാണ്, എങ്ങനെ ചെയ്യും, എന്ത് വോയിസ് കൊടുക്കും, ആകെ ഒരു വെപ്രാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഇങ്ങനെ പുട്ടിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് സമയം അങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ കുക്കറൊക്കെ വിസിലടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കടല ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. പുട്ടിനുള്ളത് ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുട്ടിലേക്കുള്ള തേങ്ങ ഞാൻ ചിരവി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഒരു തേങ്ങ പൊട്ടിച്ച് കഴിഞ്ഞാൽ ആ തേങ്ങ കംപ്ലീറ്റ് ചിരവിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. അങ്ങനെ ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച ശേഷം നമുക്ക് ചിരവിയെടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ ഒന്നുകൂടി ഈസിയാവും, പണി ഒന്നുകൂടി ഈസിയായി കിട്ടും. ഇന്ന് ഞാൻ മസാല പുട്ടാണ് ഉണ്ടാക്കുന്നത്. തലേ ദിവസത്തെ ബീഫ് കുറച്ച് ബാക്കി. ആദ്യം തന്നെ ബീഫ് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുത്തു. അതിന് ശേഷം മിക്സിയിലിട്ട് അരച്ച ശേഷം, പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ഒന്നും ആയില്ല കേട്ടോ. അത് മൊത്തത്തിൽ അങ്ങ് കൂടി നിന്നു. എന്താ പറയുക, ഞാൻ വിചാരിച്ച പോലെ ആയിട്ടില്ല. ഞാൻ തേങ്ങ ഒക്കെ നിൽക്കുന്ന പോലെ വിട്ട് നിൽക്കും വിചാരിച്ചിരുന്നു. പക്ഷെ ഇത് മൊത്തത്തിലൊരു ടേസ്റ്റായിട്ടാണ് നിന്നത്. പക്ഷെ ചെയ്തതല്ലേ, അങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ചതല്ലേ എന്ന് എഴുതി അങ്ങനെ അത് വെച്ച് തന്നെ ഉണ്ടാക്കുകയും ചെയ്തു. അത്ര ടേസ്റ്റി ആയില്ല, വിചാരിച്ച പോലെ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ പുട്ടിനുള്ളൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ശേഷം സ്കൂളിലേക്ക് ഇന്ന് സ്നാക്സ് ആയിട്ട് കൊടുത്തു വിടുന്നത് പഴം വാട്ടിയതാണ്. അപ്പോൾ അത് റെഡിയാക്കി വെക്കുകയാണ്. എന്തെന്ന് വെച്ചാൽ ചൂടൊക്കെ പോയിട്ടല്ലേ നമുക്ക് പാത്രത്തിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് റെഡിയാക്കി വെക്കാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു 3 പഴം ഉണ്ടായിരുന്നു. അപ്പോൾ 3 കൂടെ എടുക്കുന്നുണ്ട്. മുഴുവൻ അവർക്ക് കൊടുത്തു വിടുന്നില്ല. അവർക്ക് ആവശ്യമായിട്ടുള്ളതേ അവർക്ക് കൊടുത്തു വിടുള്ളൂ. ഞാൻ കുറച്ച് മാത്രമേ കൊടുത്തു വിടാറുള്ളൂ. കാരണം അവരത്ര തോനെ കഴിക്കൊന്നുമില്ല. അവർക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രമേ കൊടുത്ത് വിടാറുള്ളൂ. ഞാൻ വെളിച്ചെണ്ണയിലാണ് പഴം വാട്ടാറുള്ളത് കേട്ടോ. അങ്ങനെ അതൊക്കെ വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് വേവിച്ച ശേഷം പിന്നെ നമുക്ക് അടുത്ത പണിയിലേക്ക് നീങ്ങാം. ഒരു സമയം പോലും റെസ്റ്റ് എടുക്കരുത്. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത പണി ഇവിടെ ചെയ്യാം. പഴം വേകുന്ന സമയത്ത് തന്നെ അപ്പുറത്ത് പുട്ടും കൂടെ വേവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കൊളായിട്ടുള്ളൊരു പുട്ടാണ്. നന്നായിട്ട് പാളിപ്പോയി. പക്ഷേ എന്തായാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ അങ്ങനെ ഒരു വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് തലേ ദിവസത്തെ ബീഫ് ആയതുകൊണ്ടാണോ എന്താ അറിയില്ല. ഇനി നെയ്യ് കൂടുതലുള്ള ബീഫ് ആയതുകൊണ്ടാണെന്നും അറിയില്ല. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല.
ഫസ്റ്റ് റൗണ്ട് പഴം കുറച്ചൊന്ന് കരിഞ്ഞു പോയി. ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കരിഞ്ഞു പോയതാണ് ആ സൈഡ് കാണുന്നത്. എന്തായാലും ഒഴിവാക്കിയിട്ടൊന്നുമില്ല, കഴിക്കാൻ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പുട്ട് അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ട് പ്രാവശ്യമാണ് ഉണ്ടാക്കിയത്, അത്രയും ആവശ്യമുള്ളൂ. മക്കളൊക്കെ ഒരു കഷ്ണം മാത്രമേ കഴിക്കുള്ളൂ. അങ്ങനെ പുട്ടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ഗ്രീൻ പീസൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അതൊന്ന് മസാല ആക്കി എടുക്കാം. ഒരു പകുതി സവാളയും അതുപോലെ കുറച്ച് തക്കാളിയൊക്കെ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് വെളുത്തുള്ളിയും ഒക്കെ ചേർക്കുന്നുണ്ട്. പിന്നെ മുളക് കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. മക്കൾക്കൊന്നും എരിവായാൽ അവരൊന്നും വല്ലാതെ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് സവാളൊക്കെ വറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മളൊന്ന് കഴിയുമ്പോഴത്തേന് അടുത്ത പണി പെട്ടെന്ന് ചെയ്താൽ മതി. എങ്കിലും നമുക്ക് പിന്നെ പെട്ടെന്ന് പണിയൊക്കെ തീർത്ത് പെട്ടെന്ന് ഫ്രീ ആകാൻ പറ്റും. നമ്മളെന്ത് കുക്ക് ചെയ്യുകയാണെങ്കിലും അധികം ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ആദ്യം തന്നെ അത് അടുത്ത് കൊണ്ടുവന്ന് വെക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരുപാട് തവണ ഓടേണ്ടി വരും. നമുക്കറിയാമല്ലോ എന്തൊക്കെ ആവശ്യമായിട്ടുള്ളതെന്ന്. ഞാനങ്ങനെ ചെയ്യാറുള്ളത്. കറിവേപ്പില ആയിക്കോട്ടെ, തക്കാളി ആയിക്കോട്ടെ, എന്താ വേണ്ടത് അതെല്ലാം അടുത്തൊരു പാത്രത്തിൽ കൊണ്ടുവന്ന് വെക്കും. കഴുകാനുള്ളതൊക്കെ അതൊക്കെ കഴുകിയിട്ട് തന്നെയാണ് കൊണ്ടുവന്ന് വെക്കാറുള്ളത്. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് സമയം അങ്ങനെ വേവിക്കുക. വെന്ത് തന്നെയാണ് എങ്കിലും നമ്മൾ കുറച്ച് സമയം അങ്ങനെ സിമ്മിലിട്ടിട്ട് അങ്ങനെ കുറച്ച് സമയം വെക്കണം. പിന്നെ ഉച്ചക്കത്തേക്ക് ഇന്ന് കറിയായിട്ട് ഉണ്ടാക്കുന്നത് ചുരങ്ങ താളിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വഴറ്റാൻ വെച്ച സമയത്ത് ചുരങ്ങ അവിടെ കട്ട് ചെയ്യുന്നുണ്ട്. തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഏതായാലും കുക്കർ ഫ്രീ ആയല്ലോ. അപ്പോൾ ആ കുക്കറിൽ തന്നെ കറിയും കൂടെ വെച്ചാൽ ആ പണിയും കൂടെ അങ്ങ് തീർന്ന് കിട്ടും. അപ്പോൾ ഗ്രീൻ പീസിൽ കുറച്ച് വെള്ളമുണ്ട്, അത് നമ്മൾ വറ്റിച്ച് എടുക്കണം. അപ്പോൾ സിമ്മിലിട്ട് അങ്ങനെ കുറച്ച് സമയം വെച്ചിട്ട് പിന്നെ കുറച്ച് സമയം ഫ്ലെയിം കൂട്ടിയിട്ട് തുറന്ന് വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ വറ്റിച്ചെടുത്തത്. അപ്പോൾ ചുരങ്ങൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതും അങ്ങനെ പെട്ടെന്ന് തന്നെ ചെയ്തു. ഇവിടെ അങ്ങനെ മസാലക്കറികൾ ആർക്കും വലിയ ഇഷ്ടമല്ല. എല്ലാവർക്കും ഈ താളിപ്പ് പോലത്തെ ഉള്ള മസാല കുറവുള്ള കറികളാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് എന്നും ഇതുപോലെ എന്തെങ്കിലും ആവും. അല്ലെങ്കിൽ മുരിങ്ങ താളിക്കും, ചീര താളിക്കും, അല്ലെങ്കിൽ ചുരങ്ങ, അല്ലെങ്കിൽ മത്തൻ കറി വെക്കും. പച്ചമുളകും ഉപ്പും മാത്രം ചേർത്തിട്ട് അങ്ങനെ വെക്കൂലേ, അങ്ങനത്തെ കറികളാണ് കൂടുതലിഷ്ടം. അപ്പോൾ അതുകൊണ്ട് പണിയും ഈസിയാണ്, കഴിക്കാനും തന്നെ നമുക്ക് എത്ര വേണേലും കഴിക്കുകയും ചെയ്യാം. അത്ര ഒരു മടുപ്പ് വരില്ലല്ലോ. അങ്ങനെ ഗ്രീൻ പീസ് മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ നമ്മുടെ കറിയും കൂടെ വെച്ചിട്ടുണ്ട്. കുറച്ച് കോവയ്ക്ക ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. കുട്ടികൾക്കും കൊടുത്ത് വിടാമല്ലോ. ഇത് പെരുന്നാളിന് മുമ്പ് കൊണ്ടുവന്നതാണ്. ചെറുതായിട്ടൊന്ന് വാടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്തിട്ടൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും അത്ര ഒരു സുഖമല്ല. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വാടിയതുകൊണ്ട് ഇതിന് ടേസ്റ്റും തന്നെ വലിയൊരു ടേസ്റ്റ് കിട്ടിയില്ല. ഇപ്പോൾ പെരുന്നാളൊക്കെ ആയി അതിൻ്റെ തിരക്കിലങ്ങനെ പിന്നെ എടുക്കേണ്ട ഒരു സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഫ്രിഡ്ജിലിരുന്നതാണ്. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോവയ്ക്കിലേക്ക് മുളകും മഞ്ഞളും, മുളക് പൊടി കുറച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ. അത്യാവശ്യം എരിവില്ല മുളക് പൊടിയാണ്. മഞ്ഞളും ഉപ്പും മാത്രം ചേർത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ അങ്ങനെ അടച്ച് വെച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിക്കുകയാണ്. എന്തോ വലിയൊരു ടേസ്റ്റ് കിട്ടില്ല. നാടനായിട്ടുള്ളത് കഴിച്ചുകൊണ്ടാണോ എന്തോ ഇതത്ര അങ്ങ് ടേസ്റ്റ് കിട്ടിയില്ല. അങ്ങനെ അതും കൂടെ അവിടെ റെഡിയായി വരുന്നുണ്ട്. ആ സമയത്ത് തന്നെ ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അതൊക്കെ ഒന്ന് ഊറ്റി മാറ്റി വെക്കുകയാണ്. ഒന്ന് ചൂട് പോയ ശേഷമല്ലേ പാത്രത്തിൽ കാക്കാൻ പറ്റുള്ളൂ. പിന്നെ മോൾ എണീറ്റിട്ടുണ്ട്. മോന് മദ്രസ ഇട്ടിപ്പെത്തും. അപ്പോൾ അവരൊരുക്കാനൊക്കെ നിൽക്കുമ്പോൾ പിന്നെ ഇതിന് സമയം കിട്ടില്ല. അപ്പോൾ അവരുടെ ലഞ്ച് ബാഗൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് വെക്കാറാണുള്ളത്. ഇപ്പോൾ കടലയുടെ മസാല, അതായത് ഗ്രീൻ പീസ് മസാല ഞാൻ ചൂടൊക്കെ പോയ ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അങ്ങനെ വെക്കാറാണ്. എല്ലാം ഞാൻ അങ്ങനെ തന്നെ ചെയ്യാറുള്ളത്. കറി ആയാലും ഉപ്പേരികളായാലും ഒക്കെ ആ വെച്ച പാത്രത്തിൽ നിന്ന് ആ സമയത്ത് തന്നെ ചൂട് പോയ ശേഷം മാറ്റി വെക്കാറുണ്ട്. എങ്കിലും നമുക്ക് വലിയൊരു ഭാരമായിട്ട് പിന്നെ പാത്രം കേൾക്കുമ്പോഴൊന്നും തോന്നില്ല. പിന്നെ അപ്പോൾ വേഗം തന്നെ അവരെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി വെളിച്ചെണ്ണയും ഉപ്പും കൂടെ ചോറിലേക്ക് ഇടാറുണ്ട്. പിന്നെ കോവക്ക ഷാലോ ഫ്രൈ ചെയ്തതും അതുപോലെ ഗ്രീൻ പീസ് മസാലയും കൂടെ വെച്ചിട്ട് അവരുടെ ലഞ്ച് ബോക്സ് അങ്ങനെ റെഡിയാക്കി. പിന്നെ സ്നാക്സ് ബോക്സിൽ പഴം കൂടെ ആക്കിയിട്ട് അതങ്ങനെ റെഡിയാക്കിയിട്ട്
പിന്നെ നമ്മൾ ഫ്രീ ആയി. രാവിലെ നമ്മൾ ഒരുവിധം ഫ്രീ ആവും. പിന്നെ മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ട് അവരങ്ങനെ സ്കൂളിലേക്കും പറഞ്ഞു വിട്ടു. ബാക്കി പിന്നെയാണ് ക്ലീനിങ്ങിലേക്കൊക്കെ നിന്നത്. അപ്പോൾ കുക്കിങ്ങും ക്ലീനിങ്ങും കുളിയും വാഷിങ്ങും എല്ലാം കഴിഞ്ഞ് ഞാൻ ഫ്രീ ആയി. ഇപ്പോൾ ഒരു സമയം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.